ഹായ് ഹലോ വെൽക്കം ടു സുമി മുഫാസ് ടെസ്റ്റി കിച്ചൻ. നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ഒരു നോമ്പുതുറ വിശേഷത്തിൻ്റെ കുറച്ച് ചെറിയ ചെറിയ വീഡിയോസൊക്കെയാണ്. അപ്പോൾ നിങ്ങളൊക്കെ സ്കിപ്പ് ചെയ്യാണ്ട് നമ്മുടെ വീഡിയോസൊക്കെ കാണുക. വലിയ ഒരുപാട് സ്പെഷ്യലൊന്നുമില്ല. ഇന്നലെ അപ്പവും മീൻകറി ആയിരുന്നു, പിന്നെ ബീഫ് കറി ഉണ്ടായിരുന്നു കുറച്ച്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ അവൽ മിൽക്ക് ഷേക്ക് ഞാൻ ഇന്ന് രാവിലെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ. അപ്പോൾ അതും കൂടെ ഇതിലോട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ നോമ്പുതുറ വിശേഷങ്ങൾ? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നമ്മുടെ ശക്തമായ ചൂട് മുന്നോട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക അല്ലേ. എന്തായാലും വേറെ ബുദ്ധിമുട്ട് ഇടങ്ങേറൊന്നും ഇല്ലാണ്ടിരിക്കാൻ നമുക്ക് ദുആ ചെയ്യാം എല്ലാവർക്കും. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ അപ്പത്തിൻ്റെ മാവൊക്കെ ഓൾറെഡി രാവിലെ തന്നെ അരച്ച് റെഡിയാക്കി ആയപ്പോൾ അത്യാവശ്യം നല്ല പതഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ ഇത് അവൽ മിൽക്കിൻ്റെ അവൽ കുറച്ച് നെയ്യിട്ടൊന്ന് ജസ്റ്റ്, അത് അവൽ മിൽക്കിൻ്റെ തന്നെ അവലാണ്. അപ്പോൾ അതിന് പ്രത്യേക അവൽ നമുക്ക് മേടിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കരിഞ്ഞു പോകാണ്ട് ഒന്ന് നെയ്യിലൊന്ന് ചൂടാക്കി എടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്ന് മീൻ കറി ഞാൻ രാവിലെ ഉച്ചയ്ക്ക് നമ്മുടെ നിസ്കാരം കുളിക്കും അതിന് മുന്നേ തന്നെ മീനൊക്കെ കട്ട് ചെയ്ത് അയലയായിരുന്നു. അപ്പോൾ മീൻ കറിക്കുള്ള എല്ലാം റെഡിയാക്കി അപ്പോൾ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അപ്പമാണ്. അപ്പോൾ ഇന്നത്തെ അപ്പം വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പോൾ അപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നല്ല അടിപൊളി തേങ്ങ അരച്ച മീൻ കറി ഉണ്ട്. പിന്നെ ബീഫ് കറി വെച്ചത് ഞാൻ ഒന്നും കൂടെ ചൂടാക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. പച്ചരി അരച്ചല്ല ഞാൻ ഉണ്ടാക്കിയത്. ഞാൻ നമ്മുടെ അപ്പപ്പൊടി അല്ലെങ്കിൽ പത്തിരിപ്പൊടിയിൽ വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഒരു റെസിപ്പിയുടെ വീഡിയോ ഞാൻ എൻ്റെ ഷോർട്സിലും എൻ്റെ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇത് വേണമെന്നുള്ളവർ ജസ്റ്റ് നമ്മുടെ വീഡിയോയിലൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ വേറെ എന്തൊക്കെയാണ് നിങ്ങളുടെ ഇന്നത്തെ നോമ്പ് സ്പെഷ്യലൊക്കെ എന്താണ്? ഇന്നലെ എന്തായിരുന്നു? അപ്പോൾ ജസ്റ്റ് കമൻറ്റ് ബോക്സിലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക, നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് ഒന്ന് കാണുക. അപ്പോൾ കണ്ടാൽ മാത്രമേ നമ്മുടെ വാച്ച് അവറും കാര്യങ്ങളൊക്കെ ഒന്ന് അപ്പാവത്തുള്ളൂ. പിന്നെ ഇത് നമ്മുടെ എന്താണ് അവൽ മിൽക്കിൻ്റെ ഐറ്റംസൊക്കെയാണ്. കയ്യിലുള്ള കുറച്ച് നട്ട്സും ഇൻഗ്രീഡിയൻസും വെച്ചാണ് ഞാൻ റെഡിയാക്കുന്നത്. പാൽ ഓൾറെഡി ഞാൻ തിളപ്പിച്ച് ഫ്രീസ് ചെയ്യാൻ വേണ്ടി ഒന്ന് വെച്ചൊക്കെയാണ്. പിന്നെ ചായ തിളപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പള്ളിയിൽ പോയിട്ട് വരുന്ന ടൈം ആകുമ്പോഴേക്കും നമുക്ക് എല്ലാം ഓക്കെ ഒന്ന് ടേബിളിൻ്റെ പുറത്തോട്ടൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം. അപ്പം ഫ്രൂട്ട്സ് കുറേശ്ശെ എടുക്കത്തുള്ളൂ, കുറച്ച് ഫ്രൂട്ട്സ് മതിയല്ലോ. ആപ്പിളും കുറച്ച് മുന്തിരി ഉണ്ടായിരുന്നു, അതെടുത്തു. പിന്നെ ബീഫ് കറി ഒന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട്. മോന് ചിലപ്പം ബീഫേ കഴിക്കുള്ളായിരിക്കും. പിന്നെ മീൻ കറിയുണ്ട്, അപ്പം, പഴം, ഇതൊക്കെ ആയിട്ട് സിമ്പിളായിട്ടുള്ളൊരു നോമ്പുതുറയാണ് ഞങ്ങളുടെ. അപ്പോൾ അവരിത് പള്ളിയിൽ പോയിട്ട് വന്നിട്ടുണ്ട്. ഞാനും മോളും ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇക്കാക്കനെ കണ്ടത് ഭയങ്കര സന്തോഷമായിട്ടുണ്ട് നമ്മുടെ നേഹമോക്ക്. അങ്ങനെ വാപ്പീനെ കണ്ടെന്ന് ഓടിപ്പോവാണ്. അവളുടെ കസേരയിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുക, ഇരിക്കുക, അവിടെ പാത്രത്തിൽ അപ്പം ഇട്ട് കൊടുക്കുക. ഇനി ഇക്കാക്ക എന്തൊക്കെ എടുക്കണു എന്നുള്ളതാണ് പുള്ളിക്കാരത്തി നോക്കണേ. ഇനി അതനുസരിച്ച് ഓരോ ഐറ്റംസ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അവൻ അതെടുത്തതുകൊണ്ട് ഫ്രൂട്ട്സ് അവൾക്കും വേണം. അപ്പോൾ അങ്ങനെ നമ്മുടെ സിമ്പിളായിട്ടുള്ള ഒരു ചെറിയൊരു നോമ്പുറ നടക്കുകയാണ്. അപ്പോൾ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്നത്തെ നോമ്പ് വിശേഷങ്ങൾ നാളത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള നല്ല മീൻ കറിയും അപ്പവും ഒക്കെ ആയിട്ടാണ് ഞാൻ കഴിക്കുന്നത്. ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ നോമ്പ് തുറക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇന്നത്തെ കഴിഞ്ഞ ഈ വീഡിയോ ഇടുന്ന ടൈമിൽ നിങ്ങളുടെ ആ ദിവസത്തെ നോമ്പ് സ്പെഷ്യൽ എന്താണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്നു. വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഹായ്. അടുത്ത ഇനി ഐറ്റം ചോദിക്കുകയാണ്, എന്താണെന്നൊന്നും അറിയില്ല. മോള് ഒന്നും കഴിക്കുകയൊന്നുമില്ല ആൾ, വെറുതെ എങ്കിലും ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ചോദിച്ചും മറ്റുമൊക്കെ ആയിട്ട് ഇരിക്കണു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ വേറെ വിശേഷങ്ങളൊന്നുമില്ല. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞങ്ങളിത് കഴിഞ്ഞിട്ട് പിന്നെ രാത്രി കിടക്കുന്ന ടൈം ആയപ്പോഴാണ് ഞങ്ങൾ അവൽ മിൽക്ക് ഷേക്കിൻ്റെ ഒരു ഇതാക്കിയത്. കാരണം അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കഴിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ ഐറ്റംസൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചു. എന്നിട്ട് കിടക്കുന്ന ടൈം ആയപ്പോഴാണ് റെഡിയാക്കിയത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോസൊക്കെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എൻ്റെ വീഡിയോസ് എല്ലാം സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു, ബൈ ബൈ, ടേക്ക് കെയർ.